ഇനി തന്നെ ഹമ്മുണ്ട്. ഹമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ അഡാസ് ആക്റ്റീവ് ആണെങ്കിൽ ലെയിൻ മാപ്പിംഗ് വേണം. അതായത് ലെയിനുള്ള റോഡ് വണ്ടി ഡിറ്റക്ട് ചെയ്യും. ലെയിൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ക്രൂസ് കൺട്രോൾ അഡാസ് ഓൺ ചെയ്യും. ഓൺ ചെയ്യുന്നല്ല, അഡാസ് സെറ്റിങ്സിൽ അഡാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അഡാസ് ലെയിൻ മാർക്കിംഗ് തന്നെ ഡിറ്റക്ട് ചെയ്ത് എടുത്തോളും. ഇപ്പോൾ ഞാൻ കൺസോളിൽ എന്താ കാണിക്കുന്നതെന്ന് കാണിക്കും. അതൊരു ഗ്രീൻ ലൈൻസ് വരുന്നതാണ്. ഞാനിപ്പോൾ സ്റ്റിയറിങ് യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ജസ്റ്റ് സ്റ്റിയറിങ് നമ്മുടെ കൈ ഉണ്ടായിരിക്കണം എപ്പോഴും. അഡാസ് ഡ്രൈവ് അസിസ്റ്റായി. അഡാസ് ആക്റ്റീവ് ഒന്നുമല്ല, അഡാസ് ആക്റ്റീവ് ആയിട്ടില്ല. ലെയിൻ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം 2 ഗ്രീൻ ലൈൻസ് കണ്ടു. ലെയിൻ ഡിറ്റക്ട് ചെയ്തു. നമ്മൾ ക്രൂസ് കൺട്രോൾ സ്റ്റാൻഡ് ബൈ ആണ്, 65 ആണ്. ഇപ്പോൾ അഡാസ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിലൊരു ഹാൻഡ് ബ്രേക്കിലോ ആക്സിലേറ്ററോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നല്ല മഴയുണ്ട്. ലെയിൻ ഡിറ്റക്ട് ചെയ്ത് കയറി. കുറച്ചൊന്ന് സ്പീഡ് കൂട്ടാൻ വേണ്ടി, ലെയിൻ മാറ്റാൻ വേണ്ടി ഇപ്പോൾ അഡാസ് പിന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഫ്രണ്ടിലൊരു ഓട്ടോ ഉണ്ട്. ഞാൻ ബ്രേക്കോ ക്ലച്ച് ആക്സിലേറ്ററോ യൂസ് ചെയ്യുന്നില്ല. ഇത് ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. അപ്പോൾ ആ ഓട്ടോയുടെ സ്പീഡ് അനുസരിച്ച് ഓട്ടോ ബ്രേക്കിംഗ് ആയി. ഇപ്പോൾ അഡാസ് പിന്നെയും കൺട്രോൾ ചെയ്ത് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് 67 ആണ് എൻ്റെ സ്പീഡ് ലിമിറ്റ് ക്രൂസ് കൺട്രോൾ. ആ ക്രൂസ് കൺട്രോളിലേക്ക് തന്നെ വണ്ടി ബൂസ്റ്റ് ചെയ്യുന്ന കാണിച്ചു തരാം. ക്രൂസ് കൺട്രോൾ സ്റ്റാൻഡ് ബൈ ആണ് ആയിട്ടുള്ളത്. ആക്റ്റീവായി. ഞാനിപ്പോൾ സ്റ്റിയറിംഗ് യൂസ് ചെയ്യുന്നില്ല. വണ്ടി ലെയിൻ ഡിറ്റക്ട് ചെയ്ത് തന്നെ ഓടിക്കുകയാണ്. പക്ഷേ എപ്പോഴും നമ്മുടെ സ്റ്റിയറിംഗ് കയ്യിൽ വേണം. സ്റ്റിയറിംഗിൽ നമ്മുടെ കൈ ഉണ്ടായിരിക്കണം, എന്നാലാണ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കൈ എടുത്തിട്ടുണ്ട്. നല്ല മഴയുണ്ട്. മുന്നിൽ ഓട്ടോ ഉണ്ട്. എനിക്കിപ്പം സ്റ്റിയറിംഗിൽ വണ്ടി മുന്നിൽ ഓട്ടോ ഉണ്ടായിരുന്നു. വണ്ടി ഓട്ടോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ള നല്ലൊരു ഹൈവേയിലാണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് വേണമെന്നുള്ള വാണിംഗ് വന്നു. ഞാൻ ടച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ വണ്ടി കൺട്രോൾ ചെയ്ത് പോയി നോക്കാം. ഹോണ്ട സിറ്റിനേക്കാളും കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ബ്രേക്കിങ്ങും ഒക്കെ. ഹോണ്ട സിറ്റിയിലെ ബ്രേക്കിംഗ് കുറച്ച് ഹെവിയാണ്. ഇമ്മീഡിയറ്റ് ബ്രേക്കിംഗ് വരുന്നു. അതിനേക്കാളും കുറച്ചുകൂടെ കംഫർട്ട് ബ്രേക്കിംഗ് വരുന്നു. കുറച്ചുകൂടെ കംഫർട്ട് ടേൺസ് വരുന്നു. എനിക്ക് ഓടിച്ചതിൽ നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട് ആ റോക്സിൽ.